എനിക്ക് ഉടുക്കാൻ തന്നത് ഒരു തോർത്തും മുണ്ടും മാത്രമാണ് ശരണ്യ. തോർത്തും മുണ്ടും ഒരു ബോട്ടിൽ വെള്ളവും തന്ന അതിനകത്ത് കൊണ്ടിട്ടിരുന്നു. സെക്സ് റാക്കറ്റായിരുന്നു, അവരിലാണ് ചെന്ന് പെട്ടത്. ഞാനൊരു മനുഷ്യക്കടത്ത് കേസിലെ വിക്ടിമും കൂടെയാണ് അന്ന്. 2012 മുതൽ കേസ് നടക്കുക. അപ്പോൾ 8 മാസവും അവരുടെ തടവിൽ കഴിഞ്ഞു എന്ന് പറയാം. മലയാളികൾ തന്നെയായിരുന്നു, തൃശ്ശൂരുകാരായിരുന്നു. പക്ഷെ അവിടെ എനിക്ക് പഴച്ചു ശരണ ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഇന്ന് എനിക്ക് തെറ്റായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നില്ല കേട്ടോ. ഞാൻ അന്നെടുത്ത തീരുമാനം കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ മക്കളും ഇന്നും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് തെറ്റാണ്. കുഞ്ഞിലെ കുറേ കരഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും കരഞ്ഞോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കഥയൊക്കെ കുറേ കേട്ട് കരഞ്ഞതാ, അത് കാര്യമില്ല. ഇവക്ക് 3.5 വയസ്സിൽ ഞാൻ കടയിൽ പോകില്ലേ, ഞായറാഴ്ച ദിവസം രണ്ടിനെയും കൂടെ വീട്ടിലിട്ട് അകത്തിട്ട് പൂട്ടിയിട്ട് ഇവന് അപ്പിയിടാനും മൂത്രം ഒഴിക്കാനൊക്കെ ആണെങ്കിൽ പോട്ടി വെച്ച് കൊടുത്തിട്ട് പോകും, ചോറും കറിയൊക്കെ വെച്ചിട്ട്. 3.5 വയസ്സിൽ ഇവള് ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും തൊട്ടടുത്ത വീട്ടിൽ പോലും ഇതുങ്ങൾ രണ്ടും അതിനകത്തുണ്ടെന്ന് അറിയാതെ ഇവനെ നോക്കി ഇവൾ ഇരുത്തിട്ടുണ്ട് 3.5 വയസ്സിൽ. അങ്ങനെ എൻ്റെ കൂടത്തിൽ പട്ടിണിയാണ് പട്ടിണി. ഏത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന മക്കളാണ്. നാട് മുഴുവൻ എന്നെ വേറൊരു രീതി കാണുന്ന അവസ്ഥയിലെത്തിച്ചു. ആ ഒരു രാത്രിയിലെ സംഭവം അത്ര എന്നെ ഇല്ലാതാക്കി. കാരണം പിറ്റേ ദിവസം ലോകം മുഴുവൻ അറിയുന്നത് എന്തുവാ, എൻ്റെ വീട്ടിൽ വന്ന ഒരാളെ പിടിച്ചു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എൻ്റെ അമ്മയാണ്. അവർക്ക് എന്നും കുന്നും എൻ്റെ കണ്ണുനീര് കണ്ടാൽ മതി. സ്വന്തം മകളെ വേറൊരാളുടെ കൂടെ പിടിപ്പിച്ച് അവൾ വേറൊരു രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരമ്മ കളിച്ച നാടകം നാട്ടുകാർ മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറ്റി? ഒരു ബെഡ്റൂമിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളത് ആ ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ അറിയുള്ളൂ. അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത പലതും നടക്കും. അതൊക്കെ നമ്മൾ എങ്ങനെ ആരോട് പറയും? ഒന്നാമത്തെ ഓൾറെഡി ഞാൻ പുറത്ത് സംസാരിക്കാത്ത ഒരു വ്യക്തിയാണ്, ആരോടും അതെൻ്റെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എല്ലാവരും എന്നെ ചെറുപ്പത്തിൽ കരഞ്ഞു എന്നാണ് വിളിക്കുന്നത്. എന്ത് പറഞ്ഞാലും കരയുള്ളൂ, ഞാൻ മിണ്ടുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവരും ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചപ്പോൾ എൻ്റെ നാട്ടുകാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. മനസ്സിലായോ? ഞാൻ പ്രതികരിച്ച രീതിയും അതുപോലെ തന്നെയായിരുന്നു. അത്രത്തോളം ഞാൻ സഹിച്ചതിന് ശേഷം നല്ല രീതിയിൽ ഞാൻ കൊടുത്തു. അപ്പം അത് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല, എൻ്റെ നാടിന് പോലും. നാട്ടുകാർ മുഴുവൻ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്ത് പറ്റി? ഹരിയാനയ്ക്ക് ജോലിക്ക് പോയെന്നറില്ലേ, ഹരിയാനയ്ക്ക് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ പോകുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ കുറേ പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഫാമിലി ആയിട്ട് നമ്മൾ ഒന്നിച്ചാണ് റെയിൽവേ സ്റ്റേഷനിൽ കയറി. അതൊക്കെ പുള്ളി ആളെ കണ്ടിട്ടുണ്ട്, ആൾക്കാരെ കണ്ട് പുള്ളിക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേറെ ആൾക്കാരും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളൊരു 6 പേര് ഒന്നിച്ചാണ് വരുന്നത്. അതിൽ 2 ആൺപിള്ളേരുണ്ട്, ഒന്ന് ട്രിവാൻഡ്രത്തുനിന്നും ഒന്ന് എൻ്റെ കൂടെ ഇവിടുന്ന് കയറി വന്നത്. അപ്പം നമ്മൾ 4 ലേഡീസിനെ അത് ഒരു ഫാമിലിയുടെ കൂടെയായിരുന്നു നമ്മൾ ഡോക്ടർമാർ. അപ്പോൾ അവർ നമ്മളൊരു കുടുംബം പോലെ ജീവിച്ചുകൊണ്ട് തന്നെ ഈ ആൺപിള്ളേരെ ഏൽപ്പിച്ചാണ് നമ്മളെ വിടുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് എൻ്റെ ശരണ്യ, ഞാൻ വീട്ടിൽ വന്ന് കയറുന്ന ഒരു 7 മണി നേരത്താണ്. ഈ വന്ന് കയറിയ സമയത്ത് ഞാൻ എൻ്റെ കൂടെ വന്ന് എല്ലാവരെയും വിളിച്ച് ഞാൻ വീടെത്തിയെന്ന് പറഞ്ഞു. വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ട്, ലാൻഡ് ഫോണിൽ നിന്ന് ഞാൻ എല്ലാവരെയും വീടെത്തിയെന്ന് വിളിച്ചു. അതൊരു റീസൺ. അപ്പോൾ ഞാൻ എന്തിന് ആണുങ്ങളെ വിളിച്ച് പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതൊരു റീസണായിട്ട് അതേ പിടിച്ച് പുള്ളി അങ്ങ് പോകും. പുള്ളി എന്നിട്ട് ഞാൻ ആ വിളിച്ച നമ്പർ എടുത്ത് വെച്ച് അയാളെ എപ്പോഴും വിളിച്ചേച്ച് പറയും, ഇവളെ കൊണ്ടുപോക്കോ, ഇവളെയും പിള്ളേരെയും കൊണ്ടുപോക്കുമെന്ന് പറയും. എനിക്ക് വേണ്ട, നിൻ്റെ കൂടെ ആയിരുന്നില്ലേ, നീ കൊണ്ടുപോക്കോ. എന്നെ അങ്ങനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഇടി ഒക്കെ മേടിച്ച് പുള്ളീനെ, ആ ചെറുക്കനെ ഫോൺ വിളിച്ചിട്ട് എന്നെ വിളിച്ച് അടുത്ത് നിർത്തിച്ച് അടിച്ച് കേൾപ്പിക്കും അവരെ ഇളക്കാൻ വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് പകയായിപ്പോയി. എനിക്കിതിനകത്തുനിന്ന് ഇറങ്ങിപ്പോകണം, ഈ വീട്ടിൽ നിന്നേ പോകണം എന്നുള്ളൊരു ചിന്തയായിപ്പോയി. ഇവരമ്മയും മോനും തമ്മിലും പ്രശ്നമാണ്. എൻ്റെ അമ്മയും പുള്ളിയുമായിട്ടും ചേരൂല. അമ്മയ്ക്ക് സന്ധ്യ കഴിഞ്ഞൊരിടത്ത് പോകാൻ വയ്യ, അമ്മ എവിടെ പോയാലും പുള്ളിക്ക് സംശയമാണ്. എന്നാൽ അമ്മ പോകുന്നതിന് അമ്മയോട് ചോദിക്കുകയോ പറയുകയോ ഇല്ല, അതിന് എന്നെയാണ് ഉപദ്രവിക്കുക, എന്നോടാണ് ചോദിക്കുക. ഞാനിതിനെല്ലാം സമാധാനം പറയണം, ഇതിനെല്ലാം ഞാൻ മേടിക്കണം. ഇത് ഈ അമ്മയോട് എനിക്ക് പറയാനും പറ്റത്തില്ല, അമ്മയോട്ട് കണ്ടറിഞ്ഞ് ചെയ്യത്തുമില്ല. പുള്ളിക്ക് കുറേ ഫ്രണ്ട്സും എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത് കണ്ടിട്ടുള്ളവർക്ക് മാത്രം അറിയാം. പുള്ളിക്ക് കുറേ അധികം ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്ധ്യ ആകുമ്പം ഇതുങ്ങളെല്ലാം കൂടെ വീട്ടിലോട്ട് വരും. ഈ വരുന്ന എല്ലാവർക്കും നമ്മൾ ഫുഡ് വെച്ച് കൊടുക്കണം. ഇതുങ്ങൾ ചിലപ്പോൾ പോകില്ല. ഈ ചിരട്ടയിൽ നിന്ന് അഴിയുമ്പോഴേക്കും 3 കുഞ്ഞുങ്ങളെയും വെച്ചുകൊണ്ട് ഞാനിതെല്ലാം ചെയ്യണം. ഇതുങ്ങൾ ചിലപ്പോൾ പോകത്തില്ല. എല്ലാം കൂടെ വീട്ടിൽ കിടന്ന് പാട്ടും കൂത്തും ഒച്ചയും ബഹളവും ആകുമ്പം അമ്മയ്ക്ക് പിടിക്കില്ല.
അപ്പോൾ പിന്നെ അമ്മ ഇരുന്നുകൊണ്ട് ഈ 60 കഴിഞ്ഞവരോട്ട് അമ്മ പുറക്കാനും അമ്മ അങ്ങ് അടുക്കളയിലോട്ട് ചെയ്തില്ല, അമ്മ ഒരു പാത്രം എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് എറിയും, അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് എറിയും. ഇങ്ങനെയാണ് അമ്മയുടെ പ്രതിഷേധം അറിയിക്കുന്നത്. ഇതിൻ്റെ എല്ലാം കൂടെ ഇടയിൽ കിടന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. ഇന്നത്തെ ഈ മനുഷ്യന്മാർ, ഇന്നത്തെ പിള്ളേർ പറയുന്ന ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല, അതിൻ്റെയൊക്കെ മേലെ ഞാൻ അനുഭവിച്ച്. അപ്പോൾ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, നിനക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൂടെ ഇത്? എനിക്ക് പറയാൻ പേടിയാണ്, ഞാൻ ആരോടാ പറയണ്ടേ? പേട്ടിയവനോട് പറഞ്ഞാലും തല്ല് കിട്ടും, അമ്മയോട് പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ല. അമ്മയും ഞാനുമായിട്ടൊരു അമ്മയും മകളും ബന്ധമല്ല, അപ്പോൾ എനിക്കതൊട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ പോലും വീട്ടിൽ നിന്ന് അമ്മ ഈ ജോലിക്കൊക്കെ നിൽക്കാൻ പോകുമല്ലോ, അമ്മ മേടിച്ച സാധനം മിക്സി, അമ്മയുടെ പെട്ടി, അലമാര എല്ലാം അമ്മ പൂട്ടി, താക്കോല്, പിന്നെ അമ്മയ്ക്ക് ബ്ലാങ്കറ്റ് വരെ, അമ്മ ബ്ലാങ്കറ്റൊക്കെ പുറത്തുനിന്ന് മേടിച്ചാൽ ബ്ലാങ്കറ്റ്, ഇതൊക്കെ നമ്മൾ എടുക്കുമെന്ന് വിചാരിച്ച അമ്മ മിക്സി, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിലും ബാഗിലും കൊള്ളാത്തത് അടുത്ത വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പോകും. ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല, പക്ഷെ ഇന്ന് അത് എടുത്തു വെച്ച വീട്ടുകാർക്കും അറിയാം, അടുത്ത 1-2 വീട്ടുകാർക്കും അറിയാം. അമ്മ അയലോക്കത്ത് കൊണ്ട് സാധനങ്ങൾ പൂട്ടി വെച്ചിട്ടാണ് അമ്മ പുറത്ത് പോകുന്നത്, ഞാൻ എടുക്കാതിരിക്കാൻ. ഞാൻ ആ പിള്ളേരെ യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ള അവരോട് ഞാൻ എൻ്റെ വിഷമങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ആരോടാ ഞാൻ പറഞ്ഞത്? എനിക്ക് ആരോടും പറയാനുമില്ല. പിന്നെ എന്നും എനിക്ക് ആ പുള്ളിയുടെ ഒരു ഫോൺ ചെയ്തതിൻ്റെ പേരിൽ അയാളുടെ പേരിലായി പിന്നെ പ്രശ്നം മൊത്തം. അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും അന്ന് ആ ഒരു 5 മാസം കൊണ്ട് ഇയാൾ ഫോൺ ചെയ്ത് ഫോണിൽ കൂടെ പറയുന്നത് ഇതൊക്കെ കേട്ട് എല്ലാവർക്കും അറിയാം, ഞാൻ ഇവരുമൊക്കെ ആയിട്ട് കോണ്ടാക്റ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ട്രിവാൻഡ്രത്തുള്ള അയാൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ട്രിവാൻഡ്രത്തൊരു ഇവിടെ ആയുർവേദ തെറാപ്പിസ്റ്റിൻ്റെ ജോലിക്ക് റെഡിയാക്കി തരാം, ഒരു വീടും റെഡിയാക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ചാടാനുള്ള, എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ചാടിപ്പോകാനുള്ള ആവേശം കൂടി. അപ്പോൾ അവിടെ പുള്ളി ആ ജോലിയുടെ കാര്യം സംസാരിച്ച് വെച്ച് ഒരു വീടും നോക്കി വെച്ച് എനിക്ക് അന്ന് എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും അറിയത്തില്ല, ദൂര സ്ഥലത്തേക്ക് എനിക്ക് എറണാകുളം വരാനൊന്നും അറിയത്തില്ല. ഞാനിട്ട് ഈ പിള്ളേരെ 3-നായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ എറണാകുളത്ത് വന്നു. എറണാകുളത്ത് വരുമ്പോഴത്തേക്ക് ആ പുള്ളിയുടെ ഒരു കൂട്ടുകാരും കൂടെ എറണാകുളത്തു നിന്ന് ഞങ്ങളെ കൂട്ടാൻ വന്നു. പക്ഷെ അവിടെ എനിക്ക് പഴച്ചു ശരണയില്ലാന്ന് ഞാൻ പറയത്തില്ല, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് ഇന്ന് എനിക്ക് തെറ്റായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നില്ല കേട്ടോ. ഞാൻ അന്നെടുത്ത തീരുമാനം കൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ മക്കളും ഇന്നും ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് തെറ്റാണ് ആണെങ്കിലും ഞാനത് ചെയ്യാൻ അന്ന് ഞാൻ അത്രയും ചാടിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളിൽ ഒരെണ്ണം പോലും ഇന്നും ഉണ്ടാവില്ല. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാൻ അന്നേരം ഇവിടെ നിന്ന് ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്ത് ഞങ്ങൾ ചെന്നത് രാത്രിയായി, 12 മണിയായി. ആ സമയത്ത് വീടിൻ്റെ ചാവി കിട്ടൂല, നേരം വെളുക്കണം, വീടിൻ്റെ ചാവി കിട്ടണമായിരുന്നു. അപ്പോൾ വേറെ ഓപ്ഷനൊന്നുമില്ല, എവിടെ പോകും ഈ പിള്ളേരെയും കൊണ്ട്? കുറേ ആലോചിച്ചിട്ട് ലാസ്റ്റ് ചേട്ടൻ്റെ വീട്ടിൽ തന്നെ പോകാം എന്നുള്ള തീരുമാനത്തിലെത്തി. ആരായാലും സമ്മതിക്കില്ല. രാത്രിയിൽ കഥ അറിയാണ്ട് 3 പിള്ളേരെ ഒരു പെണ്ണിനെ ആയിട്ട് ഒരാൾ കയറി ചെല്ലുമ്പോൾ ആരും സമ്മതിക്കില്ല. അവിടെ കയറി ചെന്നു, നമ്മൾ പറയുന്നത് എന്തെന്ന് പോലും അവർക്ക്, അത് പ്രത്യേകിച്ചും ട്രിവാൻഡ്രംകാർ, ഒന്നും കേൾക്കാനുള്ള മൈൻഡ് പോലും അവർക്കില്ല. പക്ഷേ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് രാവിലെ ചാവി 6-7 മണിക്ക് പുള്ളി പോയി മേടിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞു. പുള്ളിയുടെ ഹസ്ബൻഡിൻ്റെ അമ്മ അന്ന് ആ ഇടയ്ക്ക് ഉണ്ട്, കള്ളം പറഞ്ഞല്ല, പുള്ളിയുടെ ഒരു അമ്മാവൻ പൊള്ളലായിട്ട് അവിടെ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലുണ്ടായിരുന്നു. അപ്പം ആളെ കാണാൻ വന്നതാണെന്ന് പറയാൻ പറഞ്ഞു. അവിടെ എനിക്ക് പറ്റിയ രാവിലെ 6:30 ചാവി മേടിക്കാൻ പോയ ഈ ചേട്ടൻ തിരിച്ചു വന്നില്ല. ഈ പുള്ളീനെ ഇവരുടെ വീട്ടുകാർ ലോക്ക് ചെയ്തു. അവിടെ ഞാൻ പെട്ടു. എനിക്ക് തിരിച്ച് വരേണ്ടതായിട്ട് വന്നു. അവർ തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുക ചെയ്ത്, വീട്ടിലല്ല ഞങ്ങളുടെ പഞ്ചായത്തിൽ. അപ്പോഴേക്കും എൻ്റെ അമ്മയും കെട്ടിയവനും കൂടെ നാട് മുഴുവൻ ഇളക്കിക്കഴിഞ്ഞു, ഞാൻ പിള്ളേരെയും കൊണ്ട് അയാളുടെ കൂടെ ഒളിച്ചു പോയെന്നും പറഞ്ഞു. ഞാൻ ഒരു വാർത്ത പരന്നെടുത്ത് ഞാൻ സമ്മതിച്ചു. നമുക്ക് വേറെ അവിടെ ഓപ്ഷനൊന്നുമില്ല സംസാരിക്കാനായിട്ട്. നമ്മൾ പോയതാണ്, ഞാൻ ഇറങ്ങിപ്പോയതാണ്, എനിക്ക് തിരിച്ച് വരേണ്ടിയും വന്നതാണ്. ഇപ്പം ഞാൻ അയാളുടെ കൂടെ അല്ല പോയെന്ന് പറഞ്ഞാലും ഒരാളും സമ്മതിക്കില്ല. അത് കഥ പരന്നത് തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ എനിക്കതൊരു പിടിവള്ളിയായി. ഇതേ പ്രകാരം ഇതങ്ങ് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് ഞാനും ചിന്തിച്ചു. ഞാൻ പറഞ്ഞു അതെ പോയതാണ്. ആ ഒരു പ്രശ്നത്തോടു കൂടി ഞങ്ങൾ തമ്മിൽ വീണ്ടും എന്നെ തിരിച്ചു കൊണ്ടുവന്നെങ്കിലും ആ പണ്ടത്തേൻ്റെ പിന്നത്തേതായി പ്രശ്നം. പുള്ളി അന്നേരം എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മയും പുള്ളിയും കൂടെ കൂടിയിട്ടോ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ പറഞ്ഞു നടന്നു. ഭ്രാന്തിന് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. എവിടെയാണ്, ഒരു കോഴിമല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആദിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എങ്ങാണ്ട് ഒരു മനുഷ്യൻ ഭയങ്കരമായിട്ട് അയാൾക്ക് എന്തോ കഴിവുണ്ടെന്നൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് കാണുന്നത്. അയാളിങ്ങനെ തീക്കുണ്ടത്തിൻ്റെ നടുക്കൂടെ നടക്കുക, തിളച്ച കഞ്ഞി കോരി തലയിൽ കൂടെ ഒഴിക്കുക, അങ്ങനത്തെയൊക്കെ ഒരു സംഭവം. അപ്പോൾ അനിയൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ ഈ പിള്ളേരെയും കൂടെ സന്ധ്യയ്ക്ക് വന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴാണ് അമ്പലമാണെന്ന് കണ്ടത്.
അമ്പലമല്ലേന്ന് വിചാരിച്ച് ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷേ അമ്പലത്തിൽ ഇയാളുടെ ഈ പേക്കൂത്തും എല്ലാം കഴിഞ്ഞപ്പം പുള്ളി കൊച്ചിനന്ന് 1 വയസ്സേ ഉള്ളൂ. അയാൾ ഈ കൊച്ചിനെ എന്നോട് മേടിച്ച് മടിയിൽ വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനി ഈ ഞങ്ങളുടെ കുരുതി വസ്തുവാണ്, ഇതിനി എനിക്ക് തിരിച്ചു തരണമെങ്കിൽ ഞാൻ നിനക്ക് വളർത്താൻ തരുന്ന, ഞാൻ എപ്പോൾ ആവശ്യപ്പെട്ടാലും എനിക്ക് ഇവിടെ കൊണ്ടുതരണം. അതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടുന്ന് അന്നേരം തന്നെ കൊച്ചിനെ പിടിച്ചും മേടിച്ച് ഞാൻ ഇറങ്ങിപ്പോന്നു. ഞാൻ ഈ പിള്ളേരെയും കൂട്ടി ഞാൻ ഓട്ടോയ്ക്ക് ഇറങ്ങിപ്പോന്നു. ആ രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ മുട്ടം വഴക്ക് നടന്നു, ഞാനും പുള്ളിയായിട്ട് ഭയങ്കര വഴക്ക് നടന്നു. ഞാൻ പുള്ളിയുടെ ഫോൺ എടുത്ത് എൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ കൊച്ചിനെ കൊല്ലാൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വരാമെന്നാണ്. അത് പറഞ്ഞേനെ എന്നോട് ഈ ഫോൺ മേടിച്ച് വലിച്ചെറിഞ്ഞ് പുള്ളി പൊട്ടിച്ചു. അടിയായി, ബഹളമായി. പിന്നെ പുള്ളി അവിടെ നമ്മൾ ഈ ഡോറിൻ്റെ ബാക്കിൽ ചാരി വെക്കുന്ന ഒരു ഒലക്കയുണ്ട്, ഈ ഒലക്ക വെച്ച് അടിച്ച് എൻ്റെ ഇവിടെയാണ് കിട്ടിയത്. ഇവിടെ അടി കിട്ടിയിട്ട് ഇത്രയും മുഴച്ച് എനിക്ക് തലയനക്കാൻ പറ്റുന്നില്ല. ഞാനൊരുമാതിരി ബോധം കെട്ട ഒരവസ്ഥയിലായി പോയി. ആ സമയത്ത് ഈ 3 പിള്ളേരെയും കൊണ്ട് പുള്ളി ഇറങ്ങിപ്പോയി. പുള്ളിയുടെ അനിയൻ്റെ വീട്ടിൽ പോയി. എനിക്ക് പിറ്റേ ദിവസമാണ് തല പൊങ്ങുന്നത്. ഞാൻ തല പൊങ്ങി വരുമ്പോൾ ഇവരില്ല. ഞാൻ അന്നേരം തന്നെ കടയിൽ പോയിട്ട് കോയിൻ ബോക്സിൽ നിന്ന് പൈസ ഇട്ട് ഇവരെ വിളിച്ചപ്പോൾ ആൾ പറഞ്ഞ്, വരികയില്ല, നിനക്ക് പിള്ളേരെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വേറൊരാളുടെ വീട്ടിൽ താമസിക്കാൻ വരിക, എനിക്കൊരു വീടുണ്ട്, നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയതുപോലെ തന്നെ എൻ്റെ പിള്ളേരെ കൊണ്ട്, ഞാനും വാശി എടുത്തോടെ പിള്ളേരെ കൊണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. പുള്ളി തിരിച്ചു വരില്ല എന്ന് പുള്ളിക്കും വാശി. അങ്ങനെ ഒരാഴ്ച ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ ജീവിച്ചു. ഒരാഴ്ചയായിട്ട് ഇവരെ തരുന്നില്ല, വിളിക്കുന്നില്ല, പുള്ളി വരുന്നില്ല. അവസാനം ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, കേസ് കൊടുത്താൽ ഈ പിള്ളേരെ 3 ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് മനസ്സ് സമ്മതിക്കാനായിട്ട് ഞാൻ ഈ പിള്ളേരെ കാണാൻ ചെല്ലുമ്പോൾ ഈ കൊച്ചിനെ നേഴ്സറി പറഞ്ഞു വിട്ടേക്കും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ ശരണ്യ, ഞാൻ ചെന്ന് കണ്ടിട്ട് എൻ്റെ നെഞ്ച് തകർന്നു പോയി. നമ്മൾ വീട്ടിൽ പെരക്കകത്തിടാനൊരു ചെരുപ്പ്, പുറത്തിടാനൊരു ചെരുപ്പെന്നും പറഞ്ഞ് താഴത്തും തലയിലും വെക്കാണ്ട് വളർത്തി എൻ്റെ കൊച്ചി ഞാൻ ചെല്ലുമ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഇത്രയും മുടി, ഈ മുടിയിൽ ഒരു മുടിയിലൊരു 10,000 ഇരുമ്പേനും ഉണ്ടാവും. കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്ക് മുഴുവൻ ചൊറി വന്ന് പഴുത്ത് പൊട്ടിയിരിക്കുന്നു. എനിക്കിതിനെ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ നഴ്സറിയിലെ ടീച്ചർ എന്നോട് പറയും, ജ്യോതി, അതിൻ്റെ കാലിലിടാൻ ഒരു ചെരുപ്പ് പോലും ഇല്ല, അത് രാവിലെ ടാർ റോഡിൽ കൂടെ എൻ്റെ കൂടെ നടന്നു വരുമ്പോൾ അതിൻ്റെ കാല് വെന്തിട്ടാണ് അത് വരുന്നതെന്ന്. എന്നിട്ട് ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കൊച്ചിനെ കാണാൻ, ഇപ്പോൾ ഇവനെ കുഞ്ഞായതുകൊണ്ട് എന്നെ കാണിച്ചില്ല. ഞാൻ ആ വഴിയിൽ നിന്ന് ഇറങ്ങി വരുന്ന കണ്ടുകൊണ്ട് ഇവരുടെ ഒരു കൂട്ടുകാരൻ എടുത്തിട്ടുണ്ട്. അവൻ ഈ കൊച്ചിനെ കൊണ്ട് ഇവരുടെ വീടിൻ്റെ പുറകെ കൂടെ ഒരു തോടുണ്ട്, അപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് ഇവനെ തോട്ടിക്കൂടെ താഴേക്ക് ഇറങ്ങിപ്പോയി. എന്നെ കാണിച്ചില്ല. കുറേ നേരം ഞാൻ പോയി ചോദിച്ചിട്ട് ഇവർ കാണിച്ചില്ല. ഞാൻ തിരിച്ചു പോരാൻ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇനി പിള്ളേരെ കാണാനായിട്ട് വരണ്ട, ഇനി നീ പിള്ളേരെ കാണാൻ വന്നു കഴിഞ്ഞാൽ 3 ഞാൻ വിഷം കൊടുക്കുമല്ലോ എന്ന്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. അന്നൊന്നും എനിക്ക് വരുമാനമില്ല, ഒരു ജോലിയില്ല. ഞാനിതിനിടയ്ക്ക് ഈ കൂട്ടുകാരുടെ, എൻ്റെ കൂടെ ഹരിയാനയിലുണ്ടായിരുന്ന ഇത്രയും കൂട്ടുകാരുടെ സഹായത്താലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. കാരണം അവർക്ക് അറിയാം ഞാൻ എന്താ അനുഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഞാൻ എന്നിട്ട് കേസ് കൊടുത്തിട്ട് ആദ്യത്തെ 3 മാസം പുള്ളി പിള്ളേരെ കൊണ്ടുവന്നില്ല. 3-ാം മാസമായപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഇനി പിള്ളേരെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലീസുകാർ വീട്ടിൽ വന്ന് പിള്ളേരെ കൊണ്ടുവരുന്നു. അങ്ങനെ പുള്ളി അടുത്ത മാസം വന്നപ്പോൾ 3 പേരെയും കൊണ്ടു. അപ്പോൾ ഈ അനിയൻ്റെ വീട്ടിലായിരുന്നോ? അപ്പോൾ അവർക്ക് ഒരിക്കലും പറഞ്ഞു വിടാൻ പറ്റത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങൾ അവർക്കും നോക്കാം, എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ അവർ നോക്കൂല്ലാത്തതുകൊണ്ടാണല്ലോ ഈ കൊച്ചിനെ ഈ പരുവത്തിലും. അവർ സന്ധ്യയാകുമ്പോൾ അവരുടേതായ കാര്യങ്ങൾക്കൊക്കെ പോകും. അത് കഥ ഇവൾക്കേ അറിയൂ. അവിടുത്തെ 3 പേരും അനുഭവിച്ച കഥ ഇവർക്ക് നന്നായിട്ടറിയാം, ഇവർക്ക് 3 പേർക്കും നന്നായിട്ട്. അല്ല, ഞാനത് തന്നെയാണ് പറഞ്ഞു വന്നത്. ജ്യോതി ചേച്ചി ഒരിക്കലും അച്ഛൻ്റെ വീട്ടിൽ, അച്ഛനോട് വേണമെങ്കിൽ അമ്മ കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ സ്വന്തം വീട്ടിൽ അനുഭവിച്ചത് തന്നെയല്ലേ മക്കൾ അനുഭവിച്ചത്. അതെ, അത് അനുഭവിക്കാതിരിക്കാൻ ശരിയാണ് ചിലതൊക്കെ നമ്മൾ അല്ലേ, ചില സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെയാണ്. അച്ഛൻ്റെ പിന്നെ അച്ഛനുമായിട്ട് ഡിവോഴ്സ് ആയപ്പോൾ പിന്നെ അച്ഛൻ്റെ കൂടെ തന്നെ പോയല്ലേ? അച്ഛനായിട്ട് ഡിവോഴ്സ് ആയപ്പോഴല്ല, ഈ പോക്ക് പോയിട്ട് കോടതിയിൽ കേസ് കൊടുത്തു എന്നല്ലേ. ഇവരെയും കൊണ്ട് കോടതി വരുന്ന സമയത്ത് ഇവളോട് ചോദിച്ചപ്പം ഇവള് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞു. കാരണം ഇവളോട് വഴിയെന്നെ പറഞ്ഞുകൊണ്ട് വന്ന് അമ്മയുടെ കൂടെ പോയാൽ അന്നത്തെ പോലെ അച്ഛൻ വിഷം കഴിക്കും, അച്ഛനെ വീണ്ടും മുഖത്ത് ഇതൊക്കെ ട്യൂബൊക്കെ, അങ്ങനെയല്ല കൊച്ചിനോട് പറയാം, ട്യൂബൊക്കെ വെച്ച് അച്ഛൻ വീണ്ടും ആശുപത്രി കിടക്കും എന്നൊക്കെ കൊച്ചിനെ പറഞ്ഞു പേടിപ്പിച്ചായിരുന്നോ? അപ്പം അവള് പറഞ്ഞ് അച്ഛൻ്റെ കൂടെ പോകണമെന്നാണ്. ഇവർ 2 പേരും കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ കോടതി പറഞ്ഞു, 3 പേരല്ലേ, ഒന്ന് അപ്പൻ്റെ കൂടെ പോട്ടെ, ബാക്കി 2 പേരും എൻ്റെ കൂടെ പോന്നു. പക്ഷേ ഈ പോന്നതും എനിക്ക് കോടതി കാര്യങ്ങളൊന്നും എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ബോധവും വിവരവും ഇല്ല എനിക്ക് പുറം ലോകം. പക്ഷേ ഈ ട്രിവാൻഡ്രത്തിൽ ഞാൻ പോയ ചേട്ടനുണ്ടല്ലോ, പുള്ളിയുടെ ഒരു ഹെൽപ്പ് എനിക്ക് എല്ലാത്തിലും ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും എനിക്ക് ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ തൊടുപുഴയിൽ ഫാമിലി കോർട്ടിൽ വരുന്ന അന്നെല്ലാം പുള്ളിയും വരും. അപ്പോൾ അന്ന് ഇതുപോലെ ഈ പിള്ളേരെ രണ്ടിനും നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് കോടതിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഈ 2 പേരെയുമായിട്ട് ഞാൻ കട്ടപ്പനയ്ക്ക് പോരാൻ, എനിക്ക് ഒറ്റയ്ക്ക് പോരാൻ വയ്യ. അപ്പോൾ ആളും കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇവനെയും കൊണ്ട് ഇവൻ ആളുടെ കയ്യിൽ പോയി. എന്ന് വെച്ചാൽ എൻ്റെ കെട്ടിയവൻ്റെ അനിയനെ പോലെയാണ് പുള്ളി ഇരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ കുഞ്ഞിൽ അവൻ്റെ വിശ്വാസം അവനാണെന്നാണ്. അപ്പോൾ ആളെ കാണുമ്പോൾ ഇവൻ അങ്ങ് ഓടി ചെല്ലും. അപ്പോൾ ഇവന് ആളുടെ കൂടെ മടിയിലിരിക്കുന്നു, ഇവളും ഞാനും കൂടെ ബസ്സിൽ ഫ്രണ്ടിലിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ബസ്സിൽ കെട്ടിയവനും ഇവളും കൂടി ഇരിക്കുക പോകാൻ വേണ്ടി. അപ്പോൾ പുള്ളി ബസ്സിൽ കയറി ഇരുന്നിട്ട് എന്നെ ഒന്ന് ചിരിച്ച് കാണിച്ച്. ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഞങ്ങൾ പോയി. അപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങളുടെ മോള് കുറേ നാൾ ഞങ്ങളുടെ കൂടെ എൻ്റെ വീട്ടിൽ ഞാനും പിള്ളേരും താമസിക്കുന്നത് കുറേ നാൾ താമസിച്ചായിരുന്നു. അവർ 2 ദിവസം മുന്നേ കട്ടപ്പനയിലേക്ക് വീട് മാറി. അപ്പം ഞങ്ങൾ പോയ വഴിക്ക് ഞാൻ അവിടെ ചേച്ചിയുടെ അടുത്ത് ചെന്ന് കയറി അവിടുന്ന് ഭക്ഷണവും കഴിച്ച് എന്നിട്ട് തിരിച്ചൊരു ഓട്ടോ അവിടുന്ന് വിളിച്ചിട്ട് ഞാനും പിള്ളേരും കൂടെ വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഈ പുള്ളി എന്നെ അവിടെ വിട്ടിട്ട് പുള്ളി ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറിപ്പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ നമ്മുടെ ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ ഒരു കൂട്ടുകാരനുണ്ട്. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. കുരിശുപള്ളിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാൻ കാണുന്നു. ശരണ്യ നമ്മൾ സാധാരണ പോലെ അവിടെ ചെന്നിറങ്ങി. അപ്പോൾ ഇവൻ ഉറങ്ങി. ബസ് ഓട്ടോ പുള്ളി അവിടെ വെയിറ്റ് ചെയ്യിച്ചിട്ട് തന്നെ ഞങ്ങൾ മുകളിലോട്ട് വീട്ടിലോട്ട് കയറി ചെന്ന്. അപ്പോൾ ഇവനെ വീട്ടിൽ കൊണ്ട് തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ വീടിൻ്റെ ഇത് വീടാണെങ്കിൽ ഇത്ര എത്തുമ്പോഴത്തേക്കും പുറകിൽ നിന്ന് ആരോ വന്ന് ഈ പുള്ളിയെ പിടിച്ച്. ഒരു 8:30-9 മണി സമയമായിട്ടുള്ളൂ. പുള്ളിയുടെ പുറകിൽ നിന്ന് ആരോ പിടിച്ച്. ഇവനെ എന്നോട് പറഞ്ഞ ജ്യോതി കൊച്ചിനെ പിടിച്ചോ എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കൊച്ചിങ്ങനെ എടുക്കാൻ ചെല്ലുന്നതിന് മുമ്പ് തന്നെ കൊച്ച് കയ്യിൽ നിന്ന് ഇങ്ങനെ പോരുവാണ് ആളുടെ കയ്യിൽ നിന്ന്. അപ്പം ഞാൻ ഇവനെ അന്നേരമാണ് സ്വബോധം ഉണ്ടാകുന്നത്. വെച്ചാൽ ഞാനും ഇവരും കൂടെ ഓട്ടോയ്ക്ക് വരുന്നതും കണ്ട് ഈ കൊച്ചിങ്ങനെ ഞാനും കൂടെ വരുമ്പോഴേക്കും ഇവർ കുറച്ച് പേര് കൂടി നിൽക്കുകയാണ് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് കോടതി പറഞ്ഞു, കോടതിയിൽ നിന്ന് പുള്ളി അന്ന് നമ്മുടെ കൗൺസിലിംഗ് നടക്കുമ്പോൾ പുള്ളിയോട് ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾ പറയുന്ന രീതിയിലാണ് ജ്യോതിയുടെ സ്വഭാവം എന്ന് നിങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന്. അതിന് നടന്ന നാടകം ശരണ്യ നാട് മുഴുവൻ എന്നെ വേറൊരു രീതി കാണുന്ന അവസ്ഥയിലെത്തിച്ചു. അത് ആ ഒരു രാത്രിയിലെ സംഭവം അത്ര എന്നെ ഇല്ലാതാക്കി. കാരണം പിറ്റേ ദിവസം ലോകം മുഴുവൻ അറിയുന്നത് എന്തുവാ, എൻ്റെ വീട്ടിൽ വന്ന ഒരാളെ പിടിച്ചു എന്ന്. അതാണ് നാടറിയുന്നത്. എന്താ സത്യാവസ്ഥ എന്നുള്ളത് എനിക്കും അറിയാം, അയാൾക്കും അറിയാം, തൊട്ടപ്പുറം ഇപ്പുറം നമ്മളൊരു വീട് പോലെ കഴിഞ്ഞ 2 വീട്ടുകാർക്കും അറിയാം, എൻ്റെ അമ്മയ്ക്കും അറിയാം. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചത് എൻ്റെ അമ്മയാണ്. അവർക്ക് എന്നും കുന്നും എൻ്റെ കണ്ണുനീര് കണ്ടാൽ മതി. ഇന്നും അതെ, ഇപ്പോഴും അതെ. ഇപ്പോഴും എൻ്റെ മക്കളോട് ചോദിച്ചു നോക്കി, ഇപ്പോഴും അവരെൻ്റെ കണ്ണുനീര് കാണാൻ വേണ്ടിയിരിക്കുക. അങ്ങനെ ഒരു സ്ത്രീയാണ് അവർ. ഞാൻ ഒരിക്കലും ഒരു അമ്മയെന്ന് മനസ്സറിഞ്ഞ് വിളിച്ചിട്ടുമില്ല. എനിക്ക് ആ ഒരു സ്ത്രീ രീതി കാണാൻ പറ്റത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം മകളെ വേറൊരാളുടെ കൂടെ പിടിപ്പിച്ച് അവൾ വേറൊരു രീതിയിലാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരമ്മ കളിച്ച നാടകം എന്ന് പറയുമ്പോൾ ഏതൊരവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കേണ്ടത് ആളല്ലേ അമ്മ. എൻ്റെ ലൈഫ് ഇങ്ങനെ ആകുമ്പോഴും ഞാൻ ഈ പിള്ളേരെ കൊണ്ട് ഒറ്റയ്ക്കാകുമ്പോഴും കൂടെ നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷെ അവരത് ചെയ്തില്ല. അത് മാത്രമല്ല, ഞാൻ ഈ വീട്ടിൽ കിടക്കുന്നിടത്തോളം കാലം അവരെന്നോട് ഈ വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ചേച്ചി ഇപ്പം മോൾ ആ അച്ഛൻ്റെ കൂടെ പോയിട്ട് എന്തായിരുന്നു? അച്ഛൻ്റെ കൂടെ 7ാമത്തെ വയസ്സിലല്ലേ പോകുന്നത്? അച്ഛൻ പിന്നെ എത്രാമത്തെ വയസ്സിലാണ് തിരിച്ചു വരുന്നത്? 11ാമത്തെ വയസ്സിൽ. 11ാമത്തെ വയസ്സിൽ ചേച്ചി വിളിച്ചുകൊണ്ട് വന്നോ അതോ ഇവിടെ കൊണ്ടു തന്നിട്ട് പോയി? കൊണ്ടു തന്നിട്ട്. രണ്ടാനമ്മ ഇതായിരുന്നോ അതോ അപ്പൻ തന്നെയായിരുന്നു? ഇല്ല, അച്ഛനെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു. കുറേ നാള് ആദ്യം ചേച്ചിന്ന് വിളിച്ചൊരു ആളെ പെട്ടെന്ന് വീട്ടിൽ കൊണ്ട് നിർത്തി അമ്മയെന്നൊക്കെ വിളിക്കണം എന്നുള്ളൊരു ഇത് വന്നപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ അച്ഛനോട് മാത്രം സംസാരിക്കും, പുള്ളിക്കാരോട് സംസാരിക്കില്ല. എന്തെങ്കിലും ഇപ്പോൾ അന്നേരം കുഞ്ഞല്ലേ, അന്നേരം എന്തെങ്കിലുമൊക്കെ ആവശ്യം വരിക സംസാരിക്കണമല്ലോ. ഞാൻ പേരൊന്നും വിളിക്കില്ല. ഞാൻ പോയിട്ട് ഇത് കണ്ടോ, ഇത് നോക്കിയേ, അങ്ങനെയൊക്കെ പറയാം. പിന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിരുത്തി, ഞാൻ നിൻ്റെ അച്ഛനെ കല്യാണം കഴിച്ചതല്ലേ, ഇനി എനിക്കൊരു കൊച്ചുണ്ടാകുമ്പോൾ എന്നെ അമ്മയെന്ന് വിളിക്കും, അപ്പോൾ നമ്മൾ 3 പേരുടെ പുറത്തേക്കൊക്കെ പോയാൽ നാട്ടുകാർ ചോദിക്കില്ലേ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്നോട് ഇതൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ അമ്മയെന്നൊക്കെ വിളിച്ചു തുടങ്ങി. പിന്നെ ആദ്യം കുറച്ച് നാളത്തേക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, സാധാരണ പോലെ, എല്ലാം സാധാരണ പോലെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം അങ്ങ് മാറി തുടങ്ങി. ഞാൻ വീട്ടിൽ പണിയെടുത്താൽ എനിക്ക് കഴിക്കാൻ ഫുഡ് കിട്ടും, ഞാൻ പണിയെടുത്തില്ലെങ്കിൽ എനിക്ക് ഫുഡില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ 5:30 എണീക്കണം, മിറ്റം തൂക്കണം, പട്ടിയുണ്ട്, കോഴിയുണ്ട്, എല്ലാ സാധനമുണ്ട്. അപ്പോൾ
തൊട്ടപ്പുറത്ത് പറമ്പൊക്കെ ഉണ്ട്, അവിടെ പോയി പുല്ലൊക്കെ പറിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ. സ്കൂളിൽ പോകുന്നതിന് മുന്നേ എൻ്റെ തുണിയൊക്കെ അലക്കി ഇടണം. 9:45 സ്കൂൾ ഉറങ്ങുമെങ്കിൽ ഞാൻ 9:45 വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ നടന്നു വേണം പോയി. അങ്ങനെ ഒത്തിരി ദിവസം ഇങ്ങനെ ലേറ്റായിട്ടൊക്കെ സ്കൂളിൽ ചെന്ന് ടീച്ചർമാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ടീച്ചർമാർ ചോദിച്ചപ്പോൾ ആദ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ പഠിച്ച സ്കൂളിൽ തന്നെ ഞാനും പഠിച്ചത്. പിന്നെ അമ്മയ്ക്ക് ടീച്ചർമാരെയൊക്കെ അറിയാം. ഇവർ കാണാൻ വന്ന് അങ്ങനെ ഫുള്ള് ചോദ്യവും പറച്ചിലൊക്കെ ആയി. ഇങ്ങനെ എല്ലാവരും അറിഞ്ഞു. പിന്നെ കുറേ നാൾ എന്തായാലും സ്കൂളിൽ പോകും. അപ്പോൾ മിസ്സുമാർ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഞങ്ങളെ പഠിപ്പിച്ച ഒരു മിസ്സ് തന്നെ എൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ കൊണ്ട് കൂടെ നിർത്തട്ടെ അവളെ, ഞാൻ നോക്കിക്കോളാം, ഞാൻ പഠിപ്പിച്ചോളാം, 18 വയസ്സാകുമ്പോൾ നീ കൊണ്ടുക്കോ. മിസ്സ് അങ്ങനെ പറഞ്ഞു, എന്നെ കൂടെ നിർത്തിയിട്ട് പറയണം. അച്ഛൻ പറഞ്ഞു ഇല്ലില്ല, എൻ്റെ മോളെ നോക്കാൻ എനിക്കറിയാം. അതുപോലെ അച്ഛൻ്റെ അമ്മയും അച്ഛക്കായിട്ട് ആദ്യം ഒരു കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഈ രണ്ടാമത്തെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അവരൊന്ന് വേണ്ടി തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വീട്ടിൽ നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ പണിക്ക് വരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ ഇവിടുന്ന് അച്ഛൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകും. എൻ്റെ കൊച്ചന്മാരൊക്കെ അവിടെ തന്നെയാണ്. ഞാൻ അവിടേക്ക് പോകും. തിങ്കളാഴ്ച രാവിലെ അവിടുന്ന് ഇവർ രാവിലെ പണിക്ക് ഇറങ്ങി വരുന്നല്ലേ, രാവിലെ എനിക്ക് അവിടുന്ന് റെഡി ആയിട്ട് ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് സ്കൂളിൽ പോകും. വെള്ളിയാഴ്ച വരെ ഇവിടെ നിൽക്കും. അപ്പോൾ എൻ്റെ അച്ഛൻ വരുന്നതിന് മുന്നേ ഞാൻ കിടന്ന് ഉറങ്ങണം. സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തരും. ചിലപ്പോൾ കഴിക്കാനുണ്ടാവും, ചിലപ്പോൾ കഴിക്കാനുണ്ടാവില്ല. അന്നേരം വൈകുന്നേരം പണിയൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് വരുവാണെങ്കിൽ രാത്രിയിൽ ഫുഡ് തരും. ഫുഡ് തന്നാൽ അച്ഛൻ വരുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ ഞാനായിട്ട് അങ്ങനെ അധികം മിണ്ടിയിട്ടൊന്നും ഉള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. പിന്നെ രാവിലെ ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഒക്കെ അച്ഛൻ വരുവാണെങ്കിൽ അങ്ങനെ അച്ഛനെ കൊണ്ടാക്കും. അന്നേരം ഞങ്ങൾ മിണ്ടും. അല്ലാണ്ട് അച്ഛനെ കൊണ്ട് യാതൊരു പ്രശ്നമില്ലായിരുന്നു. പിന്നെയും പുള്ളിക്കാരിയായിരുന്നു. പട്ടിണിക്കിടല്, പഠിപ്പിക്കില്ല, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ ഇവളെ കാണാൻ സ്കൂളിൽ ചെല്ലുമായിരുന്നു. അപ്പോൾ ടീച്ചർമാർ എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ടീച്ചർമാരോട് പറയടി അവിടെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കൊച്ച് അസംബ്ലി തീരാറാകുമ്പോഴേക്ക് ഇതിൻ്റെ ബൈക്കിൽ എത്തുള്ളൂ. കാരണം രാവിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ചെല്ലാൻ. പശുവിനെയും പട്ടീനെയും ആടിനെയും എല്ലാം നോക്കി തീറ്റയും കൊടുത്തിട്ട് ഒക്കെ ഇറങ്ങും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, അപ്പനോട് മിണ്ടാൻ സംസാരിക്കുന്നില്ല, പകുതി സമയത്ത് ഭക്ഷണമില്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഉച്ചഭക്ഷണം മാത്രമാണ്. അപ്പോൾ ഇവള് പിന്നെ ആയപ്പോൾ ഇങ്ങനെ ടീച്ചർമാരൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇവളെല്ലാ സങ്കടങ്ങളും ചെന്ന് ടീച്ചറിനോട് പറയുന്നത്. ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ടീച്ചർ എന്നോട് പറയും എങ്ങനെയെങ്കിലും കൊണ്ടുപോകും ജ്യോതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ കേസിനും വഴക്കിനും ഒരു പ്രാവശ്യം ഞാൻ വണ്ടിയും വിളിച്ച് ചെന്ന് ഇവളെ സ്കൂളിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോരെ. പക്ഷേ അത് ഇവൾക്കും പേടിയാണ്. ഇവൾക്ക് ആദ്യമൊക്കെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നോട് മിണ്ടാൻ പോലും പേടിയാണ്. ഞാൻ കൊണ്ട് കൊടുക്കുന്നൊരു മുട്ടായി പോലും മേടിക്കാൻ പേടിയൊക്കെ. അന്നേരമൊക്കെ എനിക്ക് വേറെ വരുമാനമൊന്നുമില്ല. അത് ഞാൻ ആ സമയത്ത് കടയിൽ നിൽക്കുക, തുണിക്കടയിൽ നിൽക്കുക. ഇതുങ്ങളെ രണ്ടിനെയും രാവിലെ ഡേ കെയറിൽ കൊണ്ടാക്കും. ഡേ കെയറിൽ കൊണ്ടാക്കിയിട്ട് കടയിൽ. എറണാകുളത്തായിരുന്നു അപ്പോൾ? അല്ലല്ല, നമ്മൾ കട്ടപ്പന തന്നെ. ഈ ഒരു സംഭവത്തിനൊക്കെ ശേഷവും ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ജീവിച്ചു ശരണ്യ. കാരണം വെച്ചാൽ ഞാൻ മനസ്സുകൊണ്ട് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം. അപ്പം ഞാൻ ഒളിച്ചോടേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തെറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ഒളിച്ചോടേണ്ട ആവശ്യമുള്ളൂ. എന്നെങ്കിലും ഒരിക്കൽ ഈ സത്യങ്ങളൊക്കെ പുറത്തു വരും, ദൈവമായിട്ട് എനിക്കതിൻ്റെ അവസരം തരുമെന്ന് അന്നേ ഞാൻ വിശ്വസിക്കുന്നുണ്ടായി. എങ്കിലും ഞാൻ എൻ്റെ മക്കളെ ആത്മഹത്യ ഈ ഒരു സംഭവം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ജീവിക്കാനുള്ള വാശി കൂടി. ഇവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കണമെന്നുള്ള വാശിയുണ്ടായി. ഞങ്ങൾ 3 പേരും ഒരേ സമയം. അപ്പം എനിക്ക് തോന്നുന്ന ഡയാനൊക്കെ ഒന്ന് കരഞ്ഞ് മടുത്തു. പക്ഷെ കൂട്ടത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നത് ഗൗരിയാണ്. ഒരു പോള കണ്ണീര് വന്നില്ലെന്ന് മാത്രമല്ല, ഭയങ്കര കൂളായിട്ട്. ഇത് എൻ്റെ കഥയാണോ, ഞാൻ ആരുടെ കഥ കേൾക്കുവാണോ എന്നൊക്കെ ഉള്ളത് കൂളായിട്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നടുക്കഷ്ണമാണല്ലേ. എന്താണ് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. കുഞ്ഞിലെ കുറേ കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കരഞ്ഞോണ്ടിരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ഈ കഥയൊക്കെ കുറേ കേട്ട് കരഞ്ഞതാ, അത് കാര്യമില്ല. പിന്നെ കോൺവെന്റിലാണ് ഞങ്ങൾ നിന്ന് പഠിച്ചത് കൂടുതലും. ചെറുതിലെ അമ്മ കൊണ്ടേ കോൺവെന്റിലാക്കി. കൂടുതലും ഞാൻ കോൺവെന്റിൽ എന്നെ അവനെയും കൂടെ ആക്കാറ്. അപ്പോൾ ഒക്കെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഞാൻ ഇങ്ങനെ വിചാരിക്കും എൻ്റെ ലൈഫിൽ ഇവർ പറയും ആരും ഇല്ലാത്ത പോലെ. ഞാനിങ്ങനെ അവരുടെയൊക്കെ പാരൻസൊക്കെ വരുമ്പോൾ ഞാനും ഇവനും കൂടെ പോയി ഒളിഞ്ഞിട്ട് നോക്കും. അമ്മയ്ക്ക് അങ്ങനെ എപ്പോഴൊന്നും വരാൻ പറ്റത്തില്ല. ഞാനും ഇവനും കൂടെ പോയി ഒളിഞ്ഞു നോക്കും, അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുന്നത്. അവർ ഞങ്ങൾക്ക് തിന്നാനൊക്കെ തരുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന തിന്നാൻ തരും. എന്നിട്ട് സിസ്റ്റർ ആയതിന് ഞങ്ങളെ പിടിച്ചടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്, പാരൻസ് വരുമ്പോൾ നോക്കിയിരിക്കുന്നത്. ഇവർക്ക് 3.5 വയസ്സിൽ ഞാൻ കടയിൽ പോകില്ലേ. ഞാൻ കടയിൽ പോകുന്ന സമയത്ത് ഇവന് 1 വയസ്സല്ലേ ഉള്ളൂ. ഞായറാഴ്ച ദിവസം ഡേ കെയർ ഇല്ല. ഞായറാഴ്ച ദിവസം രണ്ടിനെയും കൂടെ വീട്ടിലിട്ട് അകത്തിട്ട് പൂട്ടിയിട്ട് ഇവന്
അപ്പിയിടാനും മൂത്രം ഒഴിക്കാനൊക്കെ ആണെങ്കിൽ പോട്ടി വെച്ച് കൊടുത്തിട്ട് പോകും. ചോറും കറിയൊക്കെ വെച്ചിട്ട് 3.5 വയസ്സിൽ ഇവള് ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും തൊട്ടടുത്ത വീട്ടിൽ പോലും ഇതുങ്ങൾ രണ്ടും അതിനകത്തുണ്ടെന്ന് അറിയാതെ ഇവനെ നോക്കി ഇവൾ ഇരുത്തിട്ടുണ്ട് 3.5 വയസ്സിൽ. അവന് ഭക്ഷണം എടുത്തു കൊടുത്ത് വരുമ്പോഴേക്കും വീടും വരെല്ലാം ഒരു പരിവാന്നുള്ളൂ. എന്നാലും ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ ഒരു കരച്ചിലോ അവനൊന്നും കരയാതെ ഇവളതുപോലെ നോക്കും. അവൻ കരഞ്ഞ് അയൽവക്കക്കാർ പോലും അറിയാണ്ട് ഇവൾ നോക്കും കരയിക്കാതെ. അവൾക്ക് ബാത്റൂമിൽ പോകണമെങ്കിൽ കസേര കൊണ്ടിട്ട് കതവ് തുറന്ന് പോയിട്ട് വന്ന് അതുപോലെ തന്നെ കുറ്റിയിട്ടിരിക്കും. ഞാൻ വരുന്നവരെ വേറെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വെച്ച് വയ്ക്കുന്ന ഭക്ഷണം കഴിച്ച് രണ്ടുപേരോടെ ഇരിക്കും. അങ്ങനെ എൻ്റെ കൂടത്തിൽ പട്ടിണിയാണ് പട്ടിണി. ഏത് കാര്യത്തിനും എൻ്റെ കൂടെ നിൽക്കുന്ന മക്കളാണ്. അത് മക്കളും തിരിച്ച് ചെയ്യുന്നുണ്ട് ചേച്ചി. കാരണം വെച്ചാൽ ഇന്ന് മോള് ഞാൻ പറഞ്ഞല്ലേ നമ്മളെ കൊണ്ടൊന്നും സാധിക്കാത്ത കുസാറ്റ് പോലൊരു സ്ഥാപനത്തിൽ ചേച്ചിയുടെ കഷ്ടപ്പാട് കൊണ്ട് മകള് അവിടെ എത്തി. BBA അല്ലേ മോനെ പഠിക്കുന്നത്? BBA. മോനിപ്പോൾ അടുത്ത ദിവസം ജയ്പൂരിൽ എയറോനോട്ടിക് എഞ്ചിനീയർ പഠിക്കാൻ പോകുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ സക്സസ് ആണ്. സക്സസ് എന്നല്ല, നമ്മൾ എപ്പോഴൊക്കെ നമ്മൾ ഹൃദയം പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അത് തിരിച്ച്, പ്രകൃതിയാണ്, യൂണിവേഴ്സാണ്, അത് തിരിച്ചു തരും നമുക്ക്. ആ യൂണിവേഴ്സിൻ്റെ ഒരു ഫാക്റ്റാണ്. കാരണം നമ്മൾ ചേച്ചി പറഞ്ഞല്ലോ, നമ്മൾ സത്യമാണ്, അല്ലെങ്കിൽ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ സത്യമാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമ്മൾ നല്ലത് ചെയ്താലേ നമ്മുടെ കൂടെ ദൈവം എന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രകൃതി സത്യമാണ്. അപ്പം നമുക്ക് വിശക്കുമ്പോൾ ആഹാരം ഒരു നേരത്തെ തരുന്ന, അല്ലെങ്കിൽ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മളെ കൊണ്ട് നിവൃത്തിയില്ലാത്ത സമയത്ത് ഒരു നേരത്തെ ആഹാരം ഒരു ഗ്ലാസ് വെള്ളവും തരുന്നവൻ ആരോ അവനാണ് ദൈവം എന്നാണ് ഞാൻ കരുതിയിരിക്കുന്നത്. എനിക്ക് എൻ്റെ നാടും എൻ്റെ വീടും എന്നെ ഉപേക്ഷിച്ച സമയത്ത് ആ നാട്ടിലൊരു ചേച്ചി ഉണ്ടായി എന്നെ കെട്ടിക്കിടത്താൻ. അതെന്ന് വെച്ചാൽ അമ്മ അവരുടെ വീട്ടിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പം അമ്മ എന്താണെന്നും അവർക്കറിയാം, ഞാൻ എന്താണെന്നും അവർക്കറിയാം. എൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ അവർ പലപ്പോഴും അവരുടെ വീട്ടിൽ കയറ്റിക്കിടത്തിയിട്ടുണ്ട്. ചേച്ചിയുടെ പേര് മോളിന്നാണ്. എനിക്ക് അവരോടൊക്കെ ഇന്നും ഒരു ഗ്ലാസ് വെള്ളം തന്ന എല്ലാവരോടും എനിക്ക് കടപ്പാടുണ്ട്. ശരിയാ, സത്യം ചേച്ചി. നമ്മൾ ആ കടപ്പാടാണ് നമുക്ക് യൂണിവേഴ്സ് തിരിച്ചു തരുന്നത് ചേച്ചി. മക്കളുടെ രൂപത്തിൽ നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല ചേച്ചിയുടെ എഴുത്തിൽ തന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. എൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ എന്താണെന്ന് എനിക്ക് ആരോടും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അന്ന് എത്ര വാദിച്ചിട്ടും എൻ്റെ സത്യം അവിടെ ആവില്ല. ഞാൻ വെറുതെ വാദിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതാവാമെന്നേ ഉള്ളൂ. അപ്പം ഞാൻ അന്ന് അവിടെ സൈലൻ്റായി. കാരണം എനിക്ക് ദൈവം ഒരു വഴി തരും. ഞാൻ എന്താണെന്ന് ഇന്ന് ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കാൻ വരെ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നത് ഞാൻ വിശ്വസിക്കുന്ന ദൈവമല്ലേ. കോൺവെന്റിൽ എത്ര വരെ പഠിച്ചു? കോൺവെന്റിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കടയിൽ പോകുന്ന സമയത്ത് ഈ അമ്മയെ കൊണ്ട് ഭയങ്കര പ്രഷറായി വീട്ടിൽ നിന്ന് മാറി കൊടുക്കാനായിട്ട്. എനിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ കൂടെ കടയിൽ നിന്നൊരു പെണ്ണ്, അവൾ പറഞ്ഞു ഗൾഫിൽ പോകാനൊരു ചാൻസ്, അവൾ നിന്ന വീട്ടിലേക്ക് ഗൾഫിൽ പോകാനായിട്ടൊരു ചാൻസ് ഉണ്ട്, അപ്പോൾ മാസം 20,000 രൂപ സാലറി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ 2 വർഷം പോയി നിന്നാൽ സ്വന്തമായിട്ടൊരു കിടപ്പാടം ഉണ്ടാക്കാം എന്ന് ചിന്ത വന്നപ്പോൾ ഇതുങ്ങളെ രണ്ടിനെയും കൂടെ, അത് അപ്പം ചെന്ന് വിളിച്ചുകൊണ്ട് പോരെന്നുള്ള ഉദ്ദേശത്തിൽ മറയൂർ കുറച്ച് ദൂരെ കൊണ്ടുവന്നാൽ, അതും എൻ്റെ കൂടെ കടയിൽ നിൽക്കുന്ന ഒരു ചേച്ചി വഴി അവരുടെ പള്ളിയിലെ അച്ഛൻ വഴിയൊക്കെ ഏർപ്പാടാക്കി തന്ന് കൊണ്ടാക്കിയിട്ട് പോയി. എനിക്ക് പോകുമ്പോൾ വിഷമമുണ്ട്. 3.5 വയസ്സും 1.5 വയസ്സും ഉള്ളൂ. പക്ഷേ എനിക്ക് നോക്കാൻ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ ആക്കിയിട്ട് ഞാൻ പോയി. പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇവിടുന്ന് പട മേടിച്ച് പന്തളം ചെയ്തപ്പോൾ അവിടെ പന്തംകുളത്തി പടം എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഞാൻ. അവിടെയും ചെന്ന് ഞാൻ പെട്ട്. ദുബായിൽ പോയി പെട്ടു. ദുബായിൽ 8 മാസം നിന്നുള്ളൂ. 8-ാം മാസത്തിൽ ദുബായിൽ നിന്ന് ഞാൻ ഉടുതുണി പോലും ഇല്ലാണ്ട് ചാടിപ്പോരുവായതേ. ചാടി ഔട്ട് പാസ്, ഇന്ത്യൻ എംബസി ഔട്ട് പാസും ടിക്കറ്റും തന്നാൽ കയറി വന്നത്. പക്ഷെ എനിക്ക് നിങ്ങളെ ഒന്ന് കാണാനോ ഒന്ന് വിളിക്കാനോ ഉള്ള നിവൃത്തിയില്ല അവിടെ പോയിട്ട്. അതുപോലെ അവിടുന്ന് ഇതാക്കി എനിക്കൊരു പലരുടെ സഹായത്തോടെ ഞാൻ അവിടുന്ന് ചാടിയത് കേട്ടോ. മലയാളികൾ തന്നെയായിരുന്നു, തൃശ്ശൂരുകാരായിരുന്നു. ഞാനൊരു മനുഷ്യക്കടത്ത് കേസിലെ വിക്ടിമും കൂടെയാണ് അന്ന്. 2012 മുതൽ കേസ് നടക്കുക. ഓ അങ്ങനെയുണ്ട്. കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. 8 മാസം ജോലി ചെയ്തു എന്ന് പറയുന്നത്? ഞാൻ ജോലി ചെയ്തിട്ടില്ല അവിടെ. അപ്പോൾ 8 മാസവും അവരുടെ തടവിൽ കഴിഞ്ഞു എന്ന് പറയാം. അങ്ങനൊരു അവസ്ഥയിലാണ് അവിടെ ജീവിച്ചത്. സെക്സ് റാക്കറ്റായിരുന്നു, അവരിലാണ് ചെന്ന് പെട്ടത്. അപ്പോൾ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ ബഹളം വെച്ചപ്പോൾ ഇവരാദ്യം പറഞ്ഞത് 2 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് ആരെങ്കിലും അയച്ചു കൊടുത്താൽ കയറ്റിവിടാമെന്ന് പറഞ്ഞു. നമുക്ക് നാട്ടിൽ നിന്ന് ആരും അയക്കാനൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവരെന്നെ, ഞാൻ ചെന്നത് അജ്മാനിലാണ്, ഇവരെന്നെ അവിടുന്ന് ഷാർജയിൽ ഒരു ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു, സ്റ്റുഡിയോ ഫ്ലാറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എനിക്ക് ഉടുക്കാൻ തന്നത് ഒരു തോർത്തുമുണ്ട് മാത്രമാണ് ശരണ്യ. ഉടുക്കാൻ തുണി പോലും ഉണ്ടായിട്ടില്ല. തോർത്തുമുണ്ടും ഒരു ബോട്ടിൽ വെള്ളവും തന്ന അതിനകത്ത് കൊണ്ടിട്ടിരുന്നത്.
ചേച്ചി ഇവിടുന്ന് ഗൾഫിൽ പോയെന്ന് പറഞ്ഞല്ലോ, ഏജൻസി വഴിയായിരുന്നോ? ഏജൻസി അല്ല, എൻ്റെ കൂടെ കടയിൽ നിന്ന ആളാണ്, കൊണ്ടുപോയത്. കൂട്ടുകാരിയാണ്. പക്ഷെ എങ്ങനെയാണ് പിന്നെ അത് മനുഷ്യക്കടത്തിലേക്ക് പോകുന്നത്? എടാ ഇവൾക്ക് അറിയാമായിരുന്നു നമ്മളെ കയറ്റി വിടുന്നത് ഇതിനാന്ന്. നമ്മൾ ഒരാളെ കയറ്റി വിടുമ്പം ഇവൾക്കൊരു 40,000 രൂപ കിട്ടും. ആ പൈസയ്ക്ക് വേണ്ടിയാണ് ഇവള് വീട്ടു ജോലിയാണ് എന്നോട് പറഞ്ഞത്. ഇവള് കല്യാണം വരെ ഇവള് നിന്ന വീടാണ്. അപ്പോൾ അവർ നല്ല മനുഷ്യരാണ്, തൃശ്ശൂരുകാരാണ്, മലയാളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ധൈര്യം. പിന്നെ ഇവരുടെ മൂത്ത മോള് പ്രഗ്നൻ്റ് ആണ് അവിടെ ദുബായിൽ. അപ്പോൾ എല്ലാവരും ഇവർക്ക് അവിടെ സൂപ്പർ മാർക്കറ്റാണ്. ഇവരെല്ലാവരും രാവിലെ കഴിയുമ്പോൾ ഈ പെൺകൊച്ചൊറ്റയ്ക്കാണ്. അപ്പോൾ ഇതിനൊരു കൂട്ടിനും ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാനും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ തന്നെ നമ്മളവിടുന്ന് നമുക്ക് എയർപോർട്ട് ഇതാണല്ലോ, നെടുമ്പാശ്ശേരിയാണ്. നമ്മളിവിടെ എയർപോർട്ട് നെടുമ്പാശ്ശേരിയിൽ വരുമ്പോൾ ഇവർക്ക് ഫോൺ വരുന്നു, ഇവിടുന്നല്ല ട്രിവാൻഡ്രത്ത് നിന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഈ പെണ്ണുമുണ്ട്, ഇതിൻ്റെ കൊച്ചുമുണ്ട്. അന്ന് അമ്പാടി ഇവൻ്റെ പ്രായമുള്ള കൊച്ചിന് 4 വയസ്സ് 5 വയസ്സൊക്കെ ഉള്ളൂ. ഞങ്ങൾ ഇവിടുന്ന് നേരെ ട്രിവാൻഡ്രം പോവാണ്. അവളുടെ ഒരു റിലേറ്റീവിൻ്റെ കാറിലാണ് ഇവിടെ വന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇവൾ എന്നെ കൊണ്ട് ട്രിവാൻഡ്രം പോയി. ട്രിവാൻഡ്രത്ത് ചെന്നപ്പോൾ ഇവർ പറഞ്ഞു പിറ്റേ ദിവസം ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. അന്ന് അവിടെ താമസിക്കേണ്ടി വന്നു. അന്ന് ഇവർ തന്നെ റൂമൊക്കെ എടുക്കുന്നത്. ഇവർ തന്നെ റൂം എടുത്ത് നമ്മൾ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം അവിടുന്ന് ട്രിവാൻഡ്രത്ത് തന്നെ ഫ്ലൈറ്റ് കയറ്റി ഡൽഹിക്കാണ് വിടുന്നത്. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഇവരുടെ ഒരാൾ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെന്ന ഫ്ലൈറ്റിൽ തന്നെ ഇവരുടെ ഒരാളുണ്ടായി, സിറാജ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായി. ആൾ ഡൽഹിയിൽ വെച്ച് എന്നെ വന്ന് സംസാരിച്ചു. ആൾക്ക് ഇവർ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആളെന്നെ വന്ന് സംസാരിച്ചു. പിന്നെ അവിടുന്ന് വെളുപ്പിന് 4 മണിക്കാണ് ഷാർജയ്ക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഷാർജ ഫ്ലൈറ്റിന് പോകാൻ നമ്മൾ ഡൽഹിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു വണ്ടി ആൾക്കാർ, ഹിന്ദിക്കാർ, അവിടുത്തുള്ളവർ, ഡൽഹി പ്രദേശം, ഒരു വണ്ടി ആൾക്കാർ വന്നു. അപ്പോൾ ഈ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവരുടെ കൂടെ പോകണം, ഇവിടുന്ന് അവരുടെ കൂടെ പോവുക, എന്നിട്ട് അവർ വെളുപ്പിനെ കൊണ്ടുവന്ന് ഫ്ലൈറ്റ് കയറ്റി വിടും. അപ്പോൾ ഞാൻ പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു. എനിക്കവരെ ഒന്നാമത്തെ നമുക്ക് ഭാഷ അറിയത്തില്ല, എനിക്കവരെ കണ്ടപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പോകില്ല, എൻ്റെ കൂടെ നിങ്ങളിവിടെ 4 മണി വരെ ഇരിക്കുമെങ്കിൽ ഞാൻ പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എൻ്റെ കൂടെ 4 മണി വരെ അവിടെ ഇരുന്നിട്ട് എന്നെ 4 മണിക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടു. ഇവർ എയർപോർട്ടിൽ വന്ന് നമ്മളെ കൂട്ടുന്ന സമയത്ത്, ഇവരുടെ വില്ലയിലേക്ക് പോകുന്ന സമയത്ത് ഇവർ പാസ്പോർട്ട് എന്നോട് ചോദിച്ചു. പാസ്പോർട്ട് ഞാൻ കൊടുത്തു. പിന്നീട് ആ പാസ്പോർട്ട് ഞാൻ കാണുന്നത് ആലുവ പോലീസിൻ്റെ കയ്യിലാണ്. പിന്നെ ഞാൻ ആ പാസ്പോർട്ട് കണ്ടിട്ടില്ല. പിന്നെ ഇവരുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ ഇവരുടെ വീട്ടിൽ ഒരു ഹോളിൽ നിറച്ച് ഒരു 6-7 പെണ്ണുങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഷോപ്പിലെ ജോലിക്കാരാണ്, ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്നതെന്ന് പറയും. അപ്പോൾ ഇവരെല്ലാവരും ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാവരും കുളിച്ച് റെഡിയായി പോയി. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ഇവരുടെ ഡ്രൈവർ അന്ന് വൈകുന്നേരത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അപ്പം ചേച്ചി എന്നോട് പറഞ്ഞു നീ പുള്ളിയുടെ കൂടെ ചെന്നിട്ട് നിനക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് 1 മാസത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കൂടെ ഷോപ്പിൽ പോയി ഈ സാധനങ്ങൾ വാങ്ങി വന്ന് ഇവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന ഉടനെ ചേച്ചിയോട് പറഞ്ഞു നീ ഒരു 2 ജോഡി ഡ്രസ്സ്, 2 ദിവസത്തേക്കുള്ള 2 ജോഡി ഡ്രസ്സും കൂടി എടുത്തോ, എന്നിട്ട് പുള്ളിയുടെ കൂടെ ചെല്ലാൻ പറഞ്ഞു. ഈ ഡ്രസ്സും എടുത്തുകൊണ്ട് ഇവരെന്നെ വേറൊരു വില്ലയിൽ കൊണ്ടുപോയി. അപ്പം നമ്മൾ ചെല്ലും, എനിക്ക് ഒന്നും അറിയാത്ത ആളാണ്, നമ്മൾ ആദ്യമാണ്, ഞാൻ ഇന്ത്യ വിട്ട് ആദ്യം പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു വില്ല അടച്ചുപൂട്ടി അതിനകത്ത് കയറി കഴിയുമ്പോൾ ഞാൻ ഇവിടെ കണ്ട എല്ലാവരും ഉണ്ട് അവിടെ, പെണ്ണുങ്ങൾ. പിന്നെ അവിടെ ഒരു ഹിന്ദിക്കാരൻ ചെക്കനും ഉണ്ട്. ഇത്രയും പേരുണ്ട് അവിടെ. അപ്പോൾ അവിടെ എനിക്ക് ഇവരെല്ലാവരെയും കണ്ടു. ഞാൻ ചെല്ലുമ്പോൾ അവിടെ കുറേ അധികം ആണുങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് പന്തികേട് തോന്നി. അപ്പം ഞാൻ ഈ ഡ്രൈവർ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞ് എന്നോട് ഇതാണ് പറഞ്ഞു, നടക്കില്ല, എന്നെ ഇതിനല്ല കൊണ്ടുവന്നത്, ഞാൻ ഇതിന് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചപ്പോൾ പുള്ളി അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് തിരിച്ച് പുള്ളി അവരുടെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ അവരെന്നെ കൊണ്ടിടുന്നത് ഷാർജയിൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ്. ആ സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ 11 ദിവസം ഞാൻ ഈ പച്ചവെള്ളവും കുടിച്ച് ഈ ഒരു തോർത്തുമുണ്ട് കൊടുത്ത് കിടന്നു. 11ാം ദിവസം അതിനകത്ത് ഡോറ് ചവിട്ടി പൊളിച്ച് 2 ആൾക്കാർ വന്നു. ഒന്ന് കന്തൂറിട്ടിട്ടൊരാളും ഒരു പയ്യനും കൂടെ. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇവരെന്നോട് എന്തൊക്കെയോ ചോദിച്ച്, എനിക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ഇതിൻ്റെ താഴത്ത് ഹോട്ടലോ മറ്റോ ആണ്, ഈ നിൽക്കുന്ന ഫ്ലാറ്റിൻ്റെ അടിവശം ഹോട്ടലോ മറ്റോ ആണ്. ഇവരാരോ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മുകളിൽ ആൾ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രൈവർ വന്ന് ഈ 11ാമത്തെ ദിവസമാണ് എന്നെ അവിടുന്ന് കൂട്ടി. ഇവർ വന്നു എന്ന് പറഞ്ഞതിൻ്റെ പേര് മാത്രം എന്നെ ഇവിടുന്ന് കൂട്ടി ഇവർ വേറൊരു വില്ലയിൽ കൊണ്ടിട്ട്. ആ വില്ലയിൽ ഞാൻ 1 മാസത്തോളം കിടന്നു. അതിപ്പോൾ ഈ ചേട്ടൻ തന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, എടി ഇവിടുന്ന് നിനക്ക് രക്ഷപ്പെടൽ പണിയാണ്, ഒന്നുകിൽ അവർ പറഞ്ഞ കാശ് നീ കൊടുക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് നിനക്ക് എന്ത് സംഭവിച്ചാലും പുറലോകം അറിയില്ല, കാരണം നിനക്ക് വിസയില്ല, നിന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്ന വിസിറ്റിംഗ് വിസയിലാണ്. ഇവിടെ കിടന്ന് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇവരേതെങ്കിലും മരുഭൂമി കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ ഒരാളും അറിയാൻ പോകുന്നില്ല, നീ ലോകം കാണൂല, നിൻ്റെ നാട് കാണൂല എന്ന് പറഞ്ഞു. നീ എങ്ങനെയെങ്കിലും ഇവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു.